നമസ്കാരം. പലപ്പോഴും നിശബ്ദമായ ധ്യാനവേളകളിലാണ് പ്രപഞ്ചം നമ്മോട് സംസാരിക്കാറുള്ളത്. ആഴത്തിലുള്ള ഒരു മെഡിറ്റേഷനിൽ ലഭിച്ച ചില വരികളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു കവിത എന്നതിലുപരി ഇന്നത്തെ ലോകം മറന്നുപോകുന്ന ചില സത്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടലാണിത്. ഈ വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. നോക്കുവിൻ, നിങ്ങൾ നോക്കുവിൻ, കണ്ണുയർത്തി നോക്കുവിൻ. നാടാണോ ഇത്, കാടാണോ? കാട്ടിലെ ജീവിക്കുള്ള സ്നേഹം നാട്ടിലെ മൃഗങ്ങൾക്കില്ലാതെ പോയി. നാം വളർത്തും പൊന്നോമനയെ നാട്ടിലെ നരികൾ കടിച്ചിടുന്നു. നാവ് ഉണർത്തി പറയുന്ന ജീവികൾക്കറിയുമോ പ്രാണൻ പിടഞ്ഞ വേദന? വിശക്കുന്നവന് അന്നം കൊടുക്കുന്ന മക്കൾക്കറിയില്ലയോ നാടിന്റെ ഭദ്രത? പാത്തുപതുങ്ങി വരുന്ന വിഷത്തിനെ കണ്ടില്ലെന്നു നടിക്കരുതേ. കാടായി പിറന്നതും മണ്ണായി പിറന്നതും കരിഞ്ഞുടങ്ങിയ വിത്തായി മാറിയിടല്ലേ. കാരിരുമ്പ് തുളക്കുന്ന വാക്കുകൾ, കാവൽക്കാരായ തടുക്കേണ്ട ആളുകൾ, കണ്ടില്ലെന്നു നടിക്കുന്ന ജനത്തിന് കണ്ണീരല്ലയോ സാക്ഷിപത്രം? കരയുന്ന കുഞ്ഞിന്റെ തേങ്ങൽ നിറഞ്ഞൊരു നാടിന്റെ നാരായത്തുമ്പായി വളരാൻ ആരാണിനിയും ജനിച്ചിടുക? നമുക്ക് നാം തന്നെ കാവൽ, നിനക്ക് ഞാൻ തുണ എന്നു ബാക്കി. നീയും ഞാനും ഒന്നാണെന്നു പറഞ്ഞിരുകിൽ നീ ആ മനസാക്ഷി എങ്ങുപോയി? നിറയെ നിൻ മനതാരിൽ വിളങ്ങട്ടെ, അഞ്ജനം വിളങ്ങുന്ന കണ്ണുകളിൽ ഒരു തിരി നാമ്പു മുളയ്ക്കട്ടെ. ഭൂമിയിൽ മാനവലോകത്തെ പാലിപ്പാനായി കാത്തിടുക ശിവതവ ശരണപദാംബുജം. മൃഗങ്ങൾ പോലും കാണിക്കുന്ന ദയ മനുഷ്യർക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ചുറ്റുമുള്ള അനീതികളികളെ കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ മനസ്സാക്ഷിയോടുള്ള ചോദ്യങ്ങളാണിവ. നീയും ഞാനും ഒന്നാണ് എന്ന വലിയ സത്യം നാം തിരിച്ചറിയണം. ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു തിരിനാളം തെളിയിച്ച് നമുക്ക് പരസ്പരം കാവലാകാം. ആ ദൈവീക ചൈതന്യത്തിൽ അഭയം പ്രാപിച്ച് നമുക്ക് നന്മയുടെ പാതയിലൂടെ മുന്നേറാം.